ഗൈസ്, വെൽക്കം ബാക്ക് ടു സകുടുംബ വ്ളോഗ്സ്. സകുടുംബ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളവിടെ പോകാന്ന്. ഇന്നത്തെ ദിവസത്തിൻ്റെ വലിയ പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ കേശുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. തേണ്ട ബർത്ത്ഡേക്കാരൻ. ഹലോ കേശു, കേശു എല്ലാവരോടും ഹായ് പറ. കേശുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ ഇന്ന്. അപ്പം നിങ്ങൾ ഓർക്കും നമ്മളവിടെ പോകാമെന്ന്. സാഹചര്യങ്ങളൊന്നും ഇനി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു നല്ല ദിവസത്തിൽ. അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ആഘോഷങ്ങളായിട്ടൊന്നും തന്നെ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അടുത്ത് സുഹൃതം എന്ന് പറഞ്ഞിട്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോവുകയാണ്. അവിടെ ഇന്ന് അവിടുത്തെ മക്കൾക്ക് നമ്മുടെ വക ഊണാണ് കേശുവിൻ്റെ പേരിൽ. അപ്പോൾ നമ്മൾ അതിനാണ് പോണത്. അപ്പോൾ ഞാനുണ്ട്, അമ്മയുണ്ട്, ചിറ്റയുണ്ട്, കേശുണ്ട്, അച്ഛനുണ്ട്, അബിയുണ്ട്, പൊന്നനുണ്ട്, ഏട്ടപ്പൂവുണ്ട്. എല്ലാവരും കൂടെ ഇന്ന് അവിടെയാണ് നമ്മുടെ കേശുവിൻ്റെ പിറന്നാൾ ആഘോഷം. അപ്പോൾ വേണ്ടേ അമ്മ സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് കറക്കിയൊക്കെ പിടിച്ച്. അമ്മയ്ക്കാണെങ്കിൽ ചെറുതായിട്ട് ഷുഗർ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. രാവിലെ പോയി ടെസ്റ്റൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ തിങ്കളാഴ്ച ആശുപത്രിയിലോട്ടൊക്കെ പോകണം. അപ്പോൾ ഇന്നൊരു നല്ല ദിവസമായതുകൊണ്ട് തന്നെ എല്ലാം നല്ല പോസിറ്റീവായിട്ടും നല്ല കുട്ടികളുടെ കൂടെ, അതായത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളാവർ, അവരുടെ കൂടെ തന്നെ ആഘോഷിക്കണമെന്ന് വിചാരിച്ചാണ് നമ്മളിന്ന് അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാര്യങ്ങളുമൊക്കെ നമ്മൾ അവിടെ ചെന്ന് കാണിക്കാം. ഒരു കേക്ക് അവിടെ ചെന്ന് നമ്മൾ മുറിക്കും, അവരുടെ കൂടെ ഉച്ചഭക്ഷണം കഴിക്കും. അവരുമായിട്ട് ഫുൾ വൈബായിട്ട് കേശുവിന് സന്തോഷം, അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, നമുക്ക് തൃപ്തി. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ പോവുകയാണ് അങ്ങോട്ടേക്ക്. പോകുന്ന കഴിക്കല്ലേ നമ്മൾ കേക്ക് എടുക്കണം അവിടേക്കുള്ള. അപ്പം വേണ്ടേ അബിയും അച്ഛനും കൂടെ ബൈക്കല്ലേ, നമുക്ക് അയാളെല്ലാവർക്കും കൂടെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഇത്ര പേരുടെ കാറിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ശശികൾ കാണാം അല്ലേ ഡബു. കേക്ക് വന്നു ഗായ്സ്. അങ്ങനെ കേശുവിൻ്റെ സുഹൃതത്തിലേക്കുള്ള കേക്കാണിത്. കേശു കേക്ക് ഉണ്ടാക്കുന്നതേ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ചേച്ചി കേട്ടോ, രശ്മി ചേച്ചി എന്ന് പറയുന്നത്. ടീച്ചറാണ് ബൈ പ്രൊഫഷൻ. പക്ഷേ പുള്ളിക്കാരുടെ പാഷനാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലേ. സ്കിൽ. അപ്പൊ ഞങ്ങള് ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കൂടെ സുഹൃത്ത സേവാ നിലയത്തിലെത്തി. എൻ്റെ കേക്കോട്ടേട്ട പോത്തോട്ട് പോവാണ്. അബി അച്ഛനും അവിടെ നിപ്പുണ്ട്, പൊന്ന നിപ്പുണ്ട്. തീരെ ചെറിയ മക്കളല്ല കേട്ടോ ഇവിടെയുള്ളത്. കേശു ഉറങ്ങിപ്പോയി ഗൈസ്. കേശുവിനെ ഉണർത്തണം. കേക്ക് മുറിക്കണേ, കേശു അല്ലേ മുറിക്കണ്ടേ. അപ്പം നമുക്ക് അകത്തോട്ടേക്ക് ചെല്ലാം. തിരിച്ചല്ലോ കണ്ടത്.
മിനി മിനി അങ്ങോട്ട് വിട്ടേക്കാം. കേശുവിനെ വിട്ടേര് ചെയ്ത് കട്ട് ചെയ്യണം. കേശു എന്താന്ന് മനസ്സിലായില്ല. ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മുടെ മോന്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മക്കളുടെ അടുത്ത് വന്ന് നമ്മൾ സന്തോഷത്തോടെ അവരുമായിട്ട് പങ്കുവെച്ചു. അത് നമുക്ക് ഭയങ്കര സന്തോഷം. ഒന്നാം തീയതി രണ്ടാം തീയതി ഇന്നലെ അവധിയാണ്, ഇന്ന് ചെയ്യില്ല. ഇതിനെല്ലാവരും സാധനം ചെയ്തു. കുഞ്ഞെ എല്ലാം നോക്കുക, എല്ലാരും കഴിക്കുന്നതൊക്കെ നോക്കുക. വേറെ ആൾക്കാരുണ്ടോ? ഇത്ര ആൾക്കാരേ ഉള്ളോ? വേറെ ആൾക്കാരുണ്ടോ? വലിയത് തരാൻ ചെറുത് പോരാൻ എനിക്ക് വലിയത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. അപ്പം സുഹൃത്തത്തിൽ പോയി അവിടെയുള്ള മക്കൾക്ക് ഊണ് കൊടുത്തു. അവിടെ വെച്ച് കേശുവിൻ്റെ പിറന്നാൾ വളരെ സന്തോഷകരമായ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. അവരുടെ ഒപ്പം ഇരുന്ന് ഈ ഒരു ദിവസം നല്ല ഒരു മനസ്സമാധാനത്തോടു കൂടി നല്ല ഒരു ദിവസമാക്കി മാറ്റാൻ സാധിച്ചു. അപ്പം അതിൽ ഇനി എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിൻ്റെ മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ ആ വീഡിയോയിൽ ഉടനീളം കാണിക്കുന്ന വീഡിയോയിൽ കാണാൻ സാധിച്ചില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ ദേവുവിൻ്റെ അച്ഛൻ എന്താ വരാത്തതെന്ന്. അമ്മ മരിച്ച് ഇത്രയും നാളല്ലേ ആയുള്ളൂ. അച്ഛന് അങ്ങനെ ഉള്ള ചടങ്ങുകളിലോ ഒന്നിലും പങ്കെടുക്കാൻ അച്ഛൻ പോകാൻ തുടങ്ങിയിട്ടില്ല. അച്ഛൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, സുഹൃത്തത്തിലേക്ക് ഞാൻ വരുന്നില്ല, നിങ്ങളൊക്കെ കൂടെ പോയിട്ട് ചടങ്ങുകളൊക്കെ നടത്തിക്കോ, ഞാൻ വൈകിട്ട് കുഞ്ഞിനെ കാണാൻ വീട്ടിലേക്ക് വന്നോളാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് അച്ഛൻ ഇഷ്ടമല്ലാതെ അല്ലെങ്കിൽ അച്ഛൻ വരാൻ ആഗ്രഹിക്കാതെ അച്ഛനെ പിടിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അല്ലെ വിളിച്ച് അങ്ങനെ കൊണ്ടുവരുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നി. അച്ഛൻ പറഞ്ഞതുപോലെ അതിന് അച്ഛൻ വൈകിട്ട് ഇപ്പം വീട്ടിലേക്ക് വരാമെന്നാണ് പറഞ്ഞത്. വിളിച്ചപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങനെ വന്ന് കുഞ്ഞിനെ കണ്ടോളാം, അവൻ്റെ പിറന്നാളിന് അച്ഛൻ വിഷ് ചെയ്തോളാം, അല്ലാതെ അച്ഛൻ വരുന്നില്ല മോളെ എന്നോട് പറഞ്ഞു. അപ്പം ഞാനൊന്ന് ആലോചിച്ചപ്പോൾ ശരി, അച്ഛനെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പം ആൾക്ക് നല്ല ദുഃഖമുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ഇതായി വരുന്നതേ ഉള്ളൂ.
മാക്സിമം ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ടുകളെല്ലാം കൊടുക്കുന്നു. എൻ്റെ പ്രധാനപ്പെട്ട സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ദുഃഖിതയാണ്, അല്ലെങ്കിൽ എൻ്റെ ദുഃഖം എൻ്റെ അച്ഛൻ്റെ മുന്നിൽ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൂടെ കാണിക്കുമ്പോൾ അച്ഛൻ ഒന്നും കൂടെ അച്ഛൻ ദുഃഖം വരത്തില്ലേ. അപ്പം ആ ഒരു പോസിറ്റിവിറ്റി കൊടുത്ത് പുള്ളിയെ റിക്കവറി ആക്കി കൊണ്ടുവരികയാണ്. അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അച്ഛനെ കാണാഞ്ഞത്. അച്ഛൻ വൈകിട്ട് വീട്ടിൽ വരും, കുഞ്ഞിനെ കാണും. അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ കുഞ്ഞിനും എല്ലാവർക്കും, സകുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഉണ്ടാകുമെന്നറിയാം. എങ്കിലും ഒന്നും കൂടി പറയുകയാണ്, എല്ലാവരും കേശുക്കുട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം. കേശുക്കുട്ടൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കേശുക്കുട്ടനുണ്ടാവണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ.